രാജ്യത്തിന്റെ ശത്രുക്കളായ നക്സലുകളോട് ധീരതയോടെ പൊരുതി രക്തസാക്ഷിത്വം വരിച്ച കോബ്ര കമാൻഡോ ലജു എൻ.എസ്. 1997 ജനുവരി 17 നെൽസന്റെയും സുലോചനയുടെയും മകനായി ലജുവിന്റെ ജനനം. സെന്റ് ജോസഫ് LP സ്കൂൾ, ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാറശാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്ന് പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. പെരുമ്പഴുതൂർ പോളിടെക്നിക് 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് CRPF-ലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2011 സേനയിൽ പ്രവേശിച്ചു. 2012 മെയ് മുതൽ ജമ്മു കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപുരം നഗരത്തിൽ കോൺസ്റ്റബിൾ F-180 ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചു. നക്സൽ വിരുദ്ധ പോരാട്ടത്തിനായി രൂപീകരിച്ച കോബ്ര ജംഗിൾ വാരിയേഴ്സ് വിങ്ങിലേക്ക് 2.7 2015 ചേരുകയും ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിൽ 208 കോബ്ര കമാൻഡോ വിങ്ങിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന വേളയിൽ 3.3 2016 ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ പൊതക്പള്ളി റബാമാർഗ ഗ്രാമത്തിനടുത്തുള്ള വെച്ച് നടന്ന നക്സൽ വിരുദ്ധ പോരാട്ടത്തിൽ വീരമൃത്യു വരിക്കുകയും ചെയ്തു. രാജ്യത്തോടുള്ള കടമ നിറവേറ്റുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച ലജുവിന്റെ ത്യാഗം CRPF-ന്റെ ചരിത്രത്തിൽ ഒരു ഓർമ്മയാകുന്നതിനോടൊപ്പം രാജ്യം എക്കാലത്തും ഈ നിസ്വാർത്ഥ സേവനത്തിന് കടപ്പെട്ടിരിക്കും. പറഞ്ഞ തീരാണ്ടതുമല്ല ആ അവസ്ഥ. എന്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ചുണ്ട്, ആ തടിച്ചിരുന്നത് ഇവിടെ ഒന്നും കഴിയില്ല. കഞ്ഞി മാത്രം ഇവിടെ ഈ ചുണ്ട് മാത്രം. ആ തടിച്ചതും ചുണ്ട് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് അവന്റെ മൂക്ക് നല്ല മൂക്കാരം, വലിയ മൂക്കാരം. ആ മൂക്കും എന്ന് പറയാനും അതെനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. എന്റെ മോൻ എന്തോ പാർട്ടി അതാണ് അവർ വിളിച്ചു പറഞ്ഞു വിളിക്കാറുള്ളൂ. ആ ഒരു പേര് മനസ്സിലുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ട് പോകുന്നൊരവസ്ഥ. BMTV ന്യൂസിന്റെ ഓർമ്മപ്പൂക്കൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ച ധീരജവാന്മാരുടെ ഓർമ്മകളിലേക്ക് കടന്നുപോകുന്ന ഓർമ്മപ്പൂക്കളിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് 2016 ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലിൽ വീരചരമം പ്രാപിച്ച ലജു എൻ.എസ്.ന്റെ പ്രിയ മാതാവ് സുലോചനയ്ക്കൊപ്പമാണ് നമ്മളിന്നുള്ളത്. അമ്മ നമസ്കാരം. മകന്റെ ഒരു ഓർമ്മകളിലേക്ക് നമ്മളൊരു തിരിഞ്ഞുപോക്കാണ്. ലജു എൻ.എസ്. ലജുവിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. 2016 ആ മാർച്ച് 3 എന്നൊരു ദിവസം ലജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ലജുവിന് മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു ദിവസമായിരുന്നു. 2016 മാർച്ച് 3 അമ്മയുടെ മകനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള ലജു നമ്മോട് വിട പറയുന്നത്. ഈ വാർത്ത അവിടെ നിന്ന് എങ്ങനെയാണ് അമ്മയുടെ അടുത്തെത്തിയത്? എനിക്ക് തൊഴിൽ നെയ്ത്തായിരുന്നു. നെയ്തുകൊണ്ട് വന്നപ്പം ഫസ്റ്റ് ബാഗ് വിളിച്ച് പറഞ്ഞ് മോൻ ഓപ്പറേഷത്തിന് പോയത് അമ്മയെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ് ലാസ്റ്റ് അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിക്കുള്ളൂ. 5 ദിവസം അപ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും എന്നെ വിളിക്കാതിരിക്കില്ല. അപ്പോൾ അന്നത്തെ ആ ഓപ്പറേഷത്തിന് അവൻ പറഞ്ഞു ഞാൻ 5 ദിവസം കഴിഞ്ഞ് അമ്മയെ ഞാൻ വിളിക്കുള്ളൂ. അങ്ങനെ തിടുക്കത്തിലാണ് പറഞ്ഞത്, അമ്മ ഞാൻ ഇതുപോലെ 5 ദിവസത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് സാർ എന്താണെന്ന് കേട്ടത്. ഞാൻ അത് ലജു പറഞ്ഞിട്ടുണ്ടോ ഒരു ഓപ്പറേഷത്തിന് പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ഈ മാവോയിസ്റ്റ് നേരിടാനുള്ള ആ ഒരു ഗ്രൂപ്പില് ലജുവിനെ ഉൾപ്പെടുത്തിയ വിവരം പിന്നെ ലജു തന്നെയാണോ അമ്മയെ അറിയിക്കുന്നത്? അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചേർന്ന് 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൽ 3 മാസം അവൻ ജോലി നോക്കിയുള്ളൂ.
അപ്പോൾ അവൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു അവരോടൊന്നും മോൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ കഴിഞ്ഞല്ല, അമ്മ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സാറേ പറഞ്ഞ് അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആണുങ്ങളാരുമില്ല, ആണുങ്ങളാരെങ്കിലും ഉണ്ടോന്ന്. അപ്പം ഞാനും വേറെ ഒരാളുമായിട്ടാണ് കൂട്ടുകാരിയായിട്ടൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു മോന് ഒരു അപകടം പറ്റി അമ്മയെ ഒരു അറിയിക്കാനാണ് വിളിച്ചത്. അറിയിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിയാതെ എന്താണ് എൻ്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ അടക്കം അവനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, കാരണം ഇങ്ങനെ പോയെന്ന് പറയാനും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റും, അങ്ങനെ പറ്റില്ലല്ലോ. എൻ്റെ മോൻ എന്താ പറ്റി അതാണ് അവർ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അടക്കം വിളിച്ചത്. എല്ലാവരും ഈ വന്നു. അപ്പോൾ ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ട് ഭാഷ അറിയില്ല. അപ്പം ഇതിലൊരു മെമ്പർ ഉണ്ടായിരുന്നു, ഷാജി. ഇവിടുത്തെ വാർഡ് മെമ്പർ അവരെ കൊടുത്തു. അപ്പോൾ അവർ വിളിച്ച് അതൊന്നും പിന്നെ എനിക്കൊന്നും അറിയില്ല. അതൊക്കെ പിന്നെയാണ് പറയണത്. ഇതേപോലെ ആ സാർ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോയത്. അപ്പൊ അമ്മയിൽ നിന്നും ഇവിടെ സാധാരണ ലീവിന് വന്ന് പോകാറുണ്ടല്ലോ. അപ്പൊ ഇത് പോകുന്നത് എത്ര ദിവസത്തെ പോയിട്ട് എത്രാമത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് അമ്മ അറിയുന്നത്? 27 ദിവസം കഴിഞ്ഞാണ് ഇങ്ങനെ സംഭവിച്ചത് വിളിച്ച് പറയുന്നത്. അപ്പൊ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അപ്പൊ ഈ ഓപ്പറേഷത്തിന് പോകണ ആ 3 ദിവസവും മൂന്നിൻ്റെ അന്നാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിനുള്ള ആ ടീമിലായതിനു ശേഷം. അപ്പൊ അവിടെ ഫോണൊന്നും കൊണ്ടുവയ്ക്കൂല. അതുകൊണ്ട് അല്ലാതെ ഈ ട്രെയിൻ സമയത്ത് പോലും അവ ഒളിച്ചിരുന്നെങ്കിലും അമ്മയെ വിളിക്കാറുണ്ട്. ഒരു വാക്ക് അമ്മ സുഖം തന്നെ എന്നെങ്കിലും കേട്ട് തിടുക്കത്തിലവൻ പറഞ്ഞങ്ങ് വെക്കും. ഞാനും വിചാരിച്ചിട്ടുണ്ട് അത്രയും വിളിക്കാനാണ്. അല്ല, ഈ പൊതുവെ ഈ പട്ടാളക്കാർക്കിടയിൽ വീട്ടിലൊക്കെ വിളിക്കാൻ അവർ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സേവന മേഖലയിലാണ്. വളരെ കുറച്ച് സമയമേ അവർക്ക് അനുവദിക്കാറുള്ളൂ. അത് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. എന്നാലും അവനെ വിളിച്ച് കൊതി തീർന്നിട്ടില്ല. അങ്ങനെ നമുക്ക് കൊതിയോടെ അവനെ വർത്താനം പറയാൻ നിൽക്കുന്ന അമ്മയെ വയ്ക്കണേ എന്ന് വെച്ചാൽ അവനെന്റെ സ്വരം കേട്ടാ. പിന്നെ ഞാനും പറയും, മക്കളെ നീ ഏത് ലോകത്താണെന്ന് എനിക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞൂടെ, അതുകൊണ്ട് എനിക്ക് ഈ മറ്റുള്ളവരെ വിളിച്ച് ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ മക്കളത് പറയണം. അമ്മയെ നീ ഒരു വിളിയെങ്കിലും വിളിക്കണം. അങ്ങനെയാണ് അവൻ ഈ ട്രെയിൻ ഈ പൊയ്യ ഒരുക്കിയെങ്കിലും അവിടെയൊക്കെ ട്രെയിൻ ഇല്ല. പക്ഷെ എന്നാലും അവൻ കൂട്ടത്തുള്ളവർ പിന്നീട് മരത്തിലൊക്കെ കയറിയിരുന്നാണ്. അതാണ് ഒരു വാക്കെങ്കിലും അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ പറയാം എനിക്ക് ഇപ്പം പെയ്യതോടെ എനിക്ക് ബിപിയും ഗ്യാസും. കാരണം അപ്പം അവന് ഞാൻ ഈ ഫോണിൽ കൂടെ ഒരു മുത്തം മാത്രമാണ് അവന് കിട്ടിയിട്ടുള്ളത്. സുഖം തന്നെ അമ്മ, പിന്നെ എന്തൊക്കെ ഉണ്ടമ്മ വിശേഷം, നാട്ടു വിശേഷങ്ങളൊക്കെ അത് എല്ലാവരും ചോദിക്കും. ആ 2 വാക്ക് പറയും, മക്കൾക്ക് ഉമ്മ എന്ന് പറയും. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ ചെന്ന് പാവക്കണ്ടിയാണ് ഈ തമ്പിയാണ് ഞാൻ ഇങ്ങനെ ഫോണിൽ കൂടെ മുത്തമ്മ പറയും, നീ ആരെ മുത്തല? അപ്പൊ ഞാൻ പറയും എന്റെ മോനെ അവനൊരു മുത്തമാണ് കിട്ടിയിട്ടുള്ളത്. ആ മുത്തം തന്നെ അവസാനം ഒരു മുത്തം. പിന്നെ പോകാൻ നേരത്തിന് ഇവിടെ അവധിക്ക് വരുമ്പോൾ 10-15 ദിവസം നിൽക്കും. അവധിക്ക് വരുമ്പോൾ അതുവരെ സന്തോഷം എല്ലാം. പോകാൻ നേരത്തെ അമ്മയിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ളൊരു വിഷമം, കണ്ണില് കണ്ണീരും നിറഞ്ഞു. അതെനിക്ക് ലാസ്റ്റ് പെയ്യത് എനിക്ക് കാരണം എന്നെക്കാളും പിന്നെ അവ ഉണ്ടായിരുന്നു. എന്നെ മുത്തിയിട്ട് കണ്ണില് ഞാൻ നോക്കിയപ്പോൾ കണ്ണില് കണ്ണീരെന്ന് പറഞ്ഞു. അമ്മയുടെ മകൻ എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു CRPയിലെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത്? 18 വയസ്സായ. അപ്പോൾ ഈ ഒരു സംഭവം നടന്ന് അമ്മയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മകൻ പോകുമ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? ഇപ്പോൾ 19 വയസ്സ്. ഇവിടെ നമ്മൾ ഇവിടുന്ന് സേവനത്തിൽ ചേർന്നല്ലോ, രാജ്യസേവനത്തിന് വേണ്ടി ചേർന്നിട്ട് എത്ര വർഷമായി സംഭവം? 5 വർഷത്തോളമായി. അപ്പോൾ 24 വയസ്സൊക്കെ ആയപ്പോഴാണ് തുടക്കം. ആ സമയത്താണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലീവിൽ വന്നു പോകുന്നത് എപ്പോഴൊക്കെയാണ്? ലീവ് അവധി സമയം കൂടുതലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ഓണത്തിന് പിന്നെ ജനുവരിയിൽ അപ്പോൾ ഈ
അവധിക്ക് വരുന്ന സമയത്ത് നാട്ടില് പുള്ളി എങ്ങനെ ആൾക്കാർ കൂട്ടുകാരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പയ്യന്മാരങ്ങ് നിരന്ന് ഇവിടെ നിൽക്കും. അപ്പോൾ ഞാൻ മുമ്പ് കല്യാണത്തിന് ഉള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയും, മക്കളെ നീ ആണുങ്ങളാരെയും വീട്ടിൽ കൊണ്ടുവരണ്ട, അവിടെ നിന്ന് വീട്ടിൽ ഏറ്റവും വരെ ഈ ബൈക്കിൽ പയ്യന്മാർ തന്നെ. അപ്പോൾ ഇവൻ വരണതിന് മുമ്പ് തന്നെ അവൻ വിളിച്ചു പറയും, എല്ലാവരെയും അറിയിച്ചിരിക്കും, കൂട്ടുകാരന്മാരെല്ലാം അറിയിച്ചിരിക്കും. അവരെല്ലാം ഈ ഒരു ദിവസം അവരെ ഒത്തുകൂടാൻ വേണ്ടി കൂടെ വരുമ്പോഴും വന്ന് ബൈക്കിൽ അവർ നിരന്ന് നിൽക്കും, കണ്ടു കൈയറ്റം വരെ. അപ്പം ഞാൻ പറയും, അവൻ അതിന് ശേഷം അതുവരെ TV കണ്ട് ഇരിക്കും. അവർ വന്നതിന് ശേഷം അവിടെ വിളിക്കണത് ഓടിച്ചെന്ന് കുളിച്ചൊരുങ്ങി നിന്നിട്ട് എൻ്റെ കൂടെ പറയും, അമ്മ പിന്നെ ഞാൻ അമ്മയെപ്പോലെ കറുപ്പായതുകൊണ്ടാണ് എൻ്റെ പിന്നെ അദ്ദേഹം പറയും, മക്കൾ നീ നല്ല ചന്തമല്ലേ, നീ ഇപ്പം നല്ല ഭംഗിയുണ്ട്, നല്ല മുഖാശ്ശേരിയുള്ള മോനെങ്കിൽ. അവരൊക്കെ ആണെങ്കിൽ പൊക്കം കുറവ് കറുപ്പം കുറവൊക്കെ, നീ നല്ല വണ്ണവും പൊക്കമൊക്കെ നല്ല മക്കൾ, ഇപ്പം നല്ല സുന്ദരനാണ്. അങ്ങനെ ഇവർ ബൈക്കിൽ പോകുമ്പോഴും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബൈക്കിൽ പോകുമ്പോൾ അപ്പോൾ ഞാൻ പറയും, വന്നിട്ട് പോകുമ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ ഈ കൂട്ടുകാരൻ പയ്യന്മാരോട് പറയും, മക്കളെ പിന്നെ ഈ ജോലി അയ്യായിരുന്നല്ലേ. അപ്പോൾ പറയും, അത് അമ്മയ്ക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പം തടഞ്ഞു നിർത്തും ആ പോലീസ്. പക്ഷേ അവൻ്റെ കാപ്പ് ഇറങ്ങി കാപ്പ് കാണിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി അത്രയ്ക്ക് വിലയുണ്ട് എന്നും അവർ പറയുമായിരുന്നു. അല്ല, പൊതുവിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത ഒരു മകൻ്റെ അമ്മയാണ്. അപ്പം അതിലൊരു അഭിമാനം അമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് അതൊരു നഷ്ടപ്പെടലിൻ്റെ വേദനയല്ല, അങ്ങനെ കാണുകയും വേണ്ട. അവൻ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്. എൻ്റെ മോൻ, എനിക്ക് എൻ്റെ പൊന്നു എൻ്റെ ജീവനാണ്. ആ ജീവനെ ഞാൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. കാരണം അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയല്ലേ. അവൻ്റെ പപ്പയും അങ്ങനെ തന്നെ. അവരുടെ മൂത്ത അവൻ്റെ വലിയച്ഛന് വേണ്ടി അസുഖം. അച്ഛൻ എന്നാണ് ലജുവിൻ്റെ അച്ഛൻ എന്നാണ് വേർപെട്ടു പോകുന്നത്? മാർച്ച് 26 ആ മാസത്തിൽ. ലജുവിൻ്റെ 1 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത്. ആ മാസം തന്നെ, അതേ മാസത്തിലാണ് ലജുവും പോകുന്നത്. അത് അവൻ്റെ അച്ഛനും അത് അവർക്ക് വേണ്ടി തന്നെയാണ്. അച്ഛനും ഒരു സഹോദരന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞത് സഹോദരന് സുഖമില്ലാത്തപ്പോൾ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന അച്ഛൻ കരിക്ക് അടക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു അപകടത്തിൽ അച്ഛൻ മരണപ്പെടുന്നത് അല്ലേ? മടലായിപ്പോയി. രാത്രി ഒരു വെപ്രാളെടുത്ത് അലറി വിളിക്കണം. അപ്പോൾ അവരതുകൊണ്ട് ഒരു ചേട്ടനെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് അമ്മ എന്തിനു ചെയ്യണമെന്ന് കേട്ടപ്പോൾ വെപ്രാളം എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കിടത്തിയിട്ട് പോയിട്ടെങ്കിൽ കയറി അപ്പോൾ അവർ കയറണവർ തന്നെ. അപ്പം രാത്രി 10-12 മണിയാകും. പിറമടലാണ് പിടിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ വന്ന് വീഴുന്നു, ഒരു സൈഡ് അടിച്ചാണ് തലയ്ക്ക് ക്ഷതമേറ്റിട്ടാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ ലജുവിന് ഒരു പ്രസവിച്ചടക്കുക 2.5 മാസ സമയം. അതിനുശേഷം ആണ് ഈ മകനെ വളർത്തി ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അമ്മ സമ്മാനിച്ചു. എന്ത് തോന്നുന്നു മകൻ്റെ ആ ഒരു വേർപാട്? കാരണം എൻ്റെ കഥ വലിയ ഒരു കഥയാണ്. കൊച്ചിലെ എൻ്റെ അമ്മയെപ്പനും മരിച്ചു. ഞങ്ങളുടെ അണ്ണനാണ് ഞങ്ങളെ എത്തിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു 3 വർഷമായപ്പം എൻ്റെ ചേട്ടനും പോയി. 4 വയസ്സിലാണ് എൻ്റെ മൂത്തോളെ പ്രസവിച്ച് 1 വയസ്സായപ്പോഴാണ് മോനെ പ്രസവിച്ചത്. ആ പ്രസവത്തിൽ പ്രസവിച്ച് കിടന്നപ്പോഴാണ് ചേട്ടൻ മരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മോനെ വളർത്തി അതും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ കഥ വലിയ കഥയാണ്. ഒരുപാട് ഞാൻ അനുഭവിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും വളർത്തി വലുതാക്കിയ ഒരു മകനാണ്. അവൻ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു മകന്റെ ആ ഒരു വേർപാടിൽ നിന്ന് നമ്മ ഇതുവരെയും മുക്തമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവും. ആരുമില്ലല്ലോ, ഒറ്റ മകനാണ്. ആകെ ഉണ്ടായിരുന്നു ചേട്ടൻ പോയെങ്കിൽ എനിക്കെല്ലാം ഉണ്ടെന്നുള്ള ഒരു വളർന്നു വന്നപ്പോൾ അവൻ തന്നെ എനിക്ക് ചേട്ടൻ അത് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, എൻ്റെ കൂടെ പറയും, ഞാൻ മോനെ പറ്റി പറയുമ്പോൾ പറയുമായിരുന്നു അത് ഈ ജോലി അറിയാറില്ല എന്ന് ഞാൻ പറയുമ്പോൾ പറയും. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ദേഷ്യമൊക്കെ ആയിരിക്കും ഇതിൽ കാരണവരൊക്കെ
അങ്ങനെ നല്ല ദേഷ്യമൊക്കെ ഉണ്ടാകും എന്നപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ കേൾക്കുന്ന മക്കളെ ഇവന് അമ്മ എന്നുള്ള സ്നേഹം കൂടുന്നതല്ല പറയണില്ല. അപ്പം ഞാൻ നേരത്തെ മക്കളെ നിനക്ക് എല്ലാവരും പറഞ്ഞ് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. അമ്മ ഞാൻ ഹിന്ദുക്കാരുടെ ഇടയിലാണ് ഞാൻ കിടക്കണത്, ജീവിക്കണത്. പക്ഷേ അമ്മയെന്ന് പറയുന്നത് ദൈവമായിട്ടമ്മ കാണുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഞാൻ മനസ്സിലായിരിക്കണം എനിക്ക് എൻ്റെ ചേട്ടനെ കിട്ടിയില്ല, പക്ഷേ എൻ്റെ മോനെ അതിന് പകരത്തിന് എനിക്ക് ദൈവം തന്നെയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇന്ന് ഒരു വശത്ത് രാജ്യത്തിന് വേണ്ടി പോയി വളർത്തിക്കൊതിരിയുന്നില്ല. അമ്മ വിഷമിക്കണ്ട, രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മയുടെ ഒപ്പം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അമ്മയുടെ ഒപ്പം ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞത് ഇവിടെ അന്ന് ആ സംഭവത്തിന് ശേഷം ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒരുപാട് മക്കൾ അമ്മയ്ക്ക് തുണയായിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലേ? ശരിയല്ലേ? ഒരുപാട് വരുത്തും. അതിനൊരു തികച്ചും വൈകാരികമായ ഒരു ഇതാണ്. കാരണം ആ മകനെ ചേതനയേറ്റ ആ മകൻ്റെ ശരീരം അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഒരു ഇതൊന്ന് ഓർത്തെടുക്കാൻ തികച്ചും ഒരു വൈകാരികമായ ഒരിതാണ്. ഒരമ്മയ്ക്കും അത് ഓർമ്മകളായിട്ട് നമ്മുടെ ഈ ഒരു ഓർമ്മപ്പൂക്കൾ എന്നൊരു പേര് തന്നെയാണ് നമ്മളത് നൽകിയിട്ടുള്ളത്. ഒന്ന് ഓർമ്മിക്കാമോ? അത് സഹിക്കാൻ പറ്റാത്ത ആ നെഞ്ചിലും അത് നമുക്ക് പറഞ്ഞറിയിക്കാനോ പറഞ്ഞാൽ തീരേണ്ടതുമല്ല ആ അവസ്ഥ. എൻ്റെ കുഞ്ഞുമോൻ്റെ ആ ഒരു ചുണ്ട്, ആ തടിച്ചിരുന്നത് ഇവിടെ ഒന്നും കഴിയില്ല, കഞ്ഞി മാത്രം ഇവിടെ ഈ ചുണ്ട് മാത്രം. ആ തടിച്ചതും ചുണ്ട് വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. അവൻ്റെ മൂക്ക് നല്ല മൂക്കാരും, വലിയ മൂക്കാരും. ആ മൂക്കും ഞാനത് ശരിക്കും ആ സംഭവം ഒന്ന് ഇങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു. കാരണം പള്ളിപ്പുറത്തെ CRP ക്യാമ്പിലെ ഉദ്യോഗസ്ഥരും അനുഗമിച്ചു കൊണ്ടുവരുന്ന മകൻ്റെ ലജുവിൻ്റെ ആ ഒരു ചേതനയേറ്റ ശരീരം ബാലരാമപുരത്തെ ലജു പഠിച്ച സ്കൂളിലാണ് രാത്രിയോടുകൂടി എത്തിച്ചത്. അല്ലേ? അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അന്ന് അമ്മയുടെ ആ ഒരു അവസ്ഥ. ആ ഒരു അവിടെ ആ ലജുവിൻ്റെ ശരീരം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നൂറുകണക്കിന് പേര് ലജുവിനെ കാണാൻ ആ സ്കൂളിലെ കാമ്പൗണ്ടിൽ ഇങ്ങനെ ചുറ്റി വരുന്ന ഒരു സീന് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അതിനുശേഷം റോഡിൽ കൂടെ വിലാപയാത്രയായി അമ്മയുടെ അരികിലേക്ക് എത്തുകയും ആ ഒരു ഇതിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വലിയൊരു വിങ്. അമ്മ ശരിക്കും ഇതൊക്കെ കണ്ടായിരുന്നു? ഇല്ല, ആ ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പോഴും എല്ലാവരും പറഞ്ഞ് TV-യിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം ആ സമയമല്ല കുറച്ച് ശരിക്കും നോർമലായത്. ഞാൻ തെറ്റി സമനിലയ്ക്ക് പറയണത് ഇവരൊക്കെ പറയണത് കേട്ടാണ് ഞാൻ എന്താണ് പറയണത് എനിക്ക് മനസ്സിലായത്. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ പറയണത് എന്തെന്ന് എനിക്കറിയില്ല. അത് അവരോട് ചോദിച്ചാൽ അറിയാം. കാരണം ഞാൻ എന്താണ് പിന്നെ പറയണത് കൊലമുടത് അവർ തന്നെ പിന്നെ പറയണം നമുക്ക് സമയത്തല്ല തെറ്റി. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് എനിക്കത് അങ്ങനത്തെ ഒരവസ്ഥയായി മാറി. ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര ഒരു വൈകാരികമായ സംഭവമായിരുന്നു അന്ന്. അല്ലേ? അതങ്ങനെ ആയിരുന്നു. സഹിക്കാൻ പറ്റില്ല, അത് നമുക്ക് അതൊരിക്കലും മാറാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലൊന്നും ഓറൽ മാറിയില്ല ചേട്ടൻ്റെ. ആ വേദന ഒന്ന് അടങ്ങിയത് ഇവൻ്റെ ചിരിയും കളിയും കണ്ടാണ്. അത് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒരു അമ്മയുടെ വേദന പറയാം. അതിനുശേഷം നാട്ടിലെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികളെല്ലാം അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവർ ഈ രംഗത്തോട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒത്തിരി പേര് അതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നിയോജക മണ്ഡലം MLA വിൻസെൻ്റ്, അദ്ദേഹം നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സമയം അമ്മയിൽ നിന്ന് വാങ്ങിയാണ് പോയത്. എന്ത് തോന്നുന്നു?
സന്തോഷമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ മറ്റേ നീലന്റെ അവരാ ജമീല പ്രാവശ്യം അവര് ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് സങ്കടം. കാരണം എൻ്റെ മോൻ്റെ ഞാൻ അറിയാതെ കരഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് അവർ എന്നെ അത്രയ്ക്ക് ഞാൻ ഓടിച്ചൊന്ന് അവൻ്റെ പടത്തിൽ കൊണ്ടുവന്ന് ഒരു തിരിയും പറ്റിച്ച് വെച്ചിട്ട് ഈ കിടന്ന് ഞാൻ അതുവരെ നോക്കി ലീഡ് ചെയ്യണം എന്ന് പറഞ്ഞ കിടന്നു. പക്ഷേ അപ്പം കഴിഞ്ഞത് പറയണം വിൻസെന്റ് ജയിച്ചു എന്ന് പറഞ്ഞു. ലജുവിൻ്റെ ഓർമ്മയ്ക്കായി അമ്മയുടെ വീടിന് മുന്നിൽ തന്നെ ലജുവിൻ്റെ ഒരു സ്മാരകവും ലജു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവുമുണ്ട്. അവിടെയൊക്കെ ദിവസവും വിളക്ക് കൊളുത്തിയും പൂക്കൾ വിതറിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മയാണ് അവസരമായി ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാർ സമയമുള്ളപ്പോൾ വന്ന് അവിടെ ഇതൊക്കെ ചെയ്യാറുണ്ട്. തുടച്ച് ഇറക്കി അങ്ങനെ പൂവൊക്കെ ഇടും. പിന്നെ അവർ കല്യാണങ്ങൾ ആരും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവരെ കൂട്ടുകാരുടെ ഇവരെ കൂട്ടുകാരൊക്കെ അവൻ്റെ കൂട്ടുകാരന്മാരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ കല്യാണങ്ങൾ വരുമ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോഴും അവന് തിരിയും പറ്റിച്ച് വെച്ച് തൊഴുതിട്ട് ഞാൻ. അപ്പോൾ ഈ കൂട്ടുകാരും ഈ കുടുംബത്തിലുള്ളവരൊക്കെ ഏതൊരു മംഗളകർമ്മത്തിന് പോകുമ്പോഴും ലജുവിനെ അനുസ്മരിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യും. ഇന്നും കളിക്കാൻ പോകുമെങ്കിലും അവന് അവരെടുക്കും പോലത്തെ ഉടുപ്പ് കൊടുത്ത് അവിടെ അവന് കൊണ്ടുവച്ചിട്ട് ആ ഓർമ്മകളിലാണ് ഇന്നും അവർ നിൽക്കുന്നത്. അവന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കളിക്കാൻ നേരത്തിന് ഇവിടെ അവന് വേണ്ടി ഉടുപ്പൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും തൊഴുതിട്ടാണ്. അപ്പോൾ ലജുവിൻ്റെ സഹോദരിയും മക്കളുമാണല്ലേ ഇപ്പോൾ കൂടെ ഉള്ളത്? ലജുവിൻ്റെ ചേച്ചിയാണ്. അവർക്ക് 2 മക്കളുണ്ട്. ഇവരെ 2 അവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു വയസ്സായിരുന്നു. അതിനുശേഷമാണ് 2 മോള്. ഇപ്പൊ കൂട്ടായിട്ട് ഇവരാണ് കൂടെ ഉള്ളത്? ഇവര് തന്നെ കൂടെ ഉള്ളത്. ഇവളെ ലജുവിനെ പോലെയാണ് ലജുവിന്റെ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട്. ഓക്കെ. എന്റെ പേരെന്താ? മോളെ പേര് സന സുരേഷ്. മോളുടെ പേര് ജീവന സുരേഷ്. ജുവാന സുരേഷ്. സന. അങ്കിളാണ് പേരിട്ടതല്ലേ? അവന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ആ പേരില്ല. കുട്ടിക്കാലം ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. അതെ. ഒന്ന് ഓർമ്മിക്കാമോ? ഓർമ്മിക്കുകയാണെങ്കിൽ ഞാനൊരു ഇന്ത്യ എൻ്റെ അമ്മയ്ക്ക് കൈത്തൊഴിലാണ് ജോലി, നെയ്ത്താണ് ജോലി. അമ്മ ഇവിടെയാണ് നെയ്യാൻ വന്നത്. ഞാനിവിടെ വരുമ്പോൾ ഒരു കുഞ്ഞു ആവയായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചാണെങ്കിൽ ഒരു കുഞ്ഞു ആവയാണ്. അപ്പോൾ ആ ലജുവിൻ്റെ അമ്മ എൻ്റെ കൂടെ തരാറുണ്ട്. ഞാനെടുത്ത് വയ്ക്കാറുണ്ട് അവനെ. അതുപോലെ പിന്നെ നമ്മൾ വളർന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അണ്ണ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അണ്ണ ഒന്ന് വിളിക്കും. പിന്നെ നമ്മുടെ ബഹുമാനമാണ്. വേറെ ഒന്ന് എന്ന് നോക്കിയില്ല, ബഹുമാനം തരുന്ന വ്യക്തിയാണ്. കാരണം എവിടെ പോയാലും അണ്ണ ഒന്ന് വിളിക്കും. വേറെ ഒന്നും കളിസ്ഥലത്ത് ഉണ്ടായാലും ഉത്സവപ്പറമ്പ് വെച്ച് കണ്ടാൽ പോലും ഇതിൽ പോയാൽ പോലും അണ്ണ എവിടെ പോകുന്നു ചോദിക്കും. വലിയൊരു സ്നേഹം, ഒരു ചേട്ടനോടുള്ള സ്നേഹം, കൂടെ പപ്പനെങ്കിൽ ചേട്ടനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഈ 10ാം ക്ലാസ് ജയിച്ച സമയത്ത് ഞാൻ 10ാം ക്ലാസ് ജയിച്ചു. അത് ഞാൻ +1 പഠിക്കാൻ പോയത് പാറശാല കിട്ടിയത്. കാരണം എന്ത് വിജയത്തിന്റെ എന്ത് എന്തായാലും വന്ന് നമ്മൾ അറിയിക്കാറുണ്ട്, പറയുമെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു കൂടപ്പിറപ്പാണ്. കാരണം വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ കാണാറുണ്ട്. നമ്മളെ കളിക്കാനായാലും ഒരു ഉത്സവപ്പറമ്പിലായാലും വല്ല ടൂർ പോകണമെങ്കിൽ നമ്മുടെ കൂടെ വരാറുള്ളൂ. അദ്ദേഹത്തിന്റെ അനുജത്തിന്റെ വിവാഹത്തിന് കൂടുതൽ അണ്ണ ചേട്ടന്റെ സ്ഥാനത്ത് അണ്ണ ഉണ്ടാവണം. ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനുജരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. കല്യാണ സമയത്തും അയാളെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഒരു കുടുംബാംഗമായി കുടുംബാംഗമാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു അപകട വാർത്ത അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തത്? ഞാൻ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ലജു വിളിച്ചോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല. ലജുവിന് ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്നെ അനുജൻ വിളിക്കുകയായിരുന്നു. അതാ ലജു വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു പേടി വന്നു. എന്ത് പറ്റിയ സ്ഥിരമായിട്ട് ഒരു കോൾ വരുന്നില്ല. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ലജു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് അവിടുന്ന് ഫോൺ വിളിച്ചിരുന്നു. അപ്പം എന്താ പറയുക, മനസ്സിലൊരു ലജു ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഇത് ആക്സിഡൻറ്റ് പറ്റിയാൽ വിളിച്ച് പറയാറില്ല, അപകടം പറ്റിയല്ലേ വിളിക്കാറുള്ളൂ. ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനസ്സിലെന്താ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ട് പോകുന്നൊരവസ്ഥ. ഞാൻ ആ ജോലി സമയത്ത് ഞാൻ ആ വർക്കിൽ നിന്ന് പിന്മാറി പുറത്ത് വന്നിട്ട് കരഞ്ഞു.
അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവനില്ല, എൻ്റെ അനുജന് അപകടം പറ്റി, പട്ടാളത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത് കോളൊന്ന് അനുജൻ പറഞ്ഞു പോയില്ല ചേച്ചി, നമ്മളെ വിട്ട് പോയെന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരമായി പോകും മനസ്സ്. ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് ആ നിമിഷം. എനിക്ക് ഏറ്റവും വെറുക്കുന്ന ഒരു നിമിഷമാണ് ആ നിമിഷം. ആ വാക്കുകളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിലൊരു ഭയങ്കര ഇതാണ്, ആ ഫീൽ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്. രജുവിന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അല്ലേ? എന്താ പേര്? എൻ്റെ പേര് സജി. സജി. ശരിക്കുള്ള പേര് സനൽകുമാർ. സനൽകുമാർ സജി എന്ന് വിളിക്കും. അതെ. അപ്പോൾ ലജു പട്ടാളത്തിൽ ചേരുമ്പോൾ, അപ്പം CRPF ചേരുമ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ പറയാറുണ്ടോ? അവന് നമ്മുടെ അടുത്ത് പോയപ്പോഴേ ആദ്യമായിട്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 2-3 പേരായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത്. അതിൽ 2-3 ആഴ്ചയിൽ ഇവന് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ആ കാര്യം വന്ന് പറഞ്ഞ് സന്തോഷം. നമ്മൾ എല്ലായിടത്തും പറഞ്ഞ ചേട്ടാ ഇതേപോലെയാണ് എനിക്ക് കിട്ടി, നമ്മൾ 2-3 കിട്ടിയാൽ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പോളി പഠിക്കുന്ന സമയമാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു, സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അത് സന്തോഷമായി, നല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരായി ഒരുമിച്ച് വളർന്ന ഒരു ടീമാണ് നിങ്ങൾ. അതെ അതെ അതെ. അന്നും ഈ രാജ്യസേവനത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ലജു? അവന് കൊച്ചുനാളിൽ തന്നെ എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര താല്പര്യമാണ്. നമ്മളിപ്പോൾ കളിക്കുന്ന സമയത്തായിരുന്നാലും നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്രിക്കറ്റ് സമയത്തായാലും അവന് ആദ്യം ബാറ്റ് ചെയ്യണം, ആദ്യം ബൗളിങ് ചെയ്യണം, എന്തും ഫസ്റ്റ് ആവണം. അത് പഠിക്കുന്ന ഇതിലായിരുന്നു പോലും എല്ലാ വിഷയങ്ങളിലും അവൻ പഠിക്കുന്നതിലെല്ലാം എല്ലാം മുന്നോട്ടാണ് എല്ലാത്തിലും. തികച്ചും ഒരു സാഹസികത പണ്ട് കയ്യിലുണ്ടായിരുന്നു. എന്ത് അതാണ് പറയുന്നത്. അവൻ ഒരു നീന്തൽ പഠിക്കാനായിരുന്നാലും വണ്ടി ഓട്ടിച്ച് പഠിക്കാനായാലും അതെല്ലാം ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതെല്ലാം കൈവരിച്ചിട്ടുണ്ട്. നീന്തലും ഞങ്ങൾ കൂടെ വന്ന് കുളത്തിൽ പോയി പഠിച്ചു, അതുപോലെ വണ്ടി ഓട്ടിച്ച് പഠിച്ചു. അങ്ങനെ എല്ലാ കാര്യത്തിലും ബെറ്ററാണ്. അമ്മ, അപ്പം ഇത്രയും നേരം നമ്മോടൊപ്പം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ലജുവിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ അയവിറക്കിയ അമ്മയ്ക്കും ഈ കുടുംബത്തിനും VMTV ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും. ഇവിടെ വന്നതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് നന്ദി. VMTVയുടെ ഓർമ്മപ്പൂക്കൾ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് CRPF 208 കോബ്ര ബറ്റാലിയനിലെ ധീരജവാൻ ലജു NSന്റെ പ്രിയ മാതാവ് സുലോചനയാണ്. മറ്റൊരു ജവാന്റെ കുടുംബവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.